ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. അപ്പോൾ ഇന്നത്തെ ലെവൽസ് നോക്കുകയാണെങ്കിൽ ഒരു ലെവൽ ഓൾറെഡി ടാപ്പ് ചെയ്തിട്ടുണ്ട്. 25054.9 എന്ന് പറഞ്ഞൊരു ലെവലുണ്ട്. ആ ലെവൽ ഒരു 50-minute IDX ആണ്, പ്രോപ്പർ IDX ആണ്. അത് ടാപ്പ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. സോ അത് ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇനി മേലേക്ക് അപ്സൈഡിലേക്ക് ആയിരിക്കും ഒരു എൻട്രി നോക്കാം. ഇതിലിവിടെ എവിടെയും ലിക്വിഡിറ്റി ഏരിയ ഇല്ല. സോ ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു നല്ലൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ ടാർഗറ്റ് വേണമെങ്കിൽ നമുക്ക് ഈ റേഞ്ചൊക്കെ വെക്കാം, 25,153 വെക്കാം. സോ വളരെ വലിയ ടാർഗറ്റ് ആയിരിക്കും. നോക്കി എൻട്രി കിട്ടുകയാണെങ്കിൽ ആ രീതിയിൽ എടുക്കാം. 1 മിനിറ്റിൽ ജസ്റ്റ് ഒരു കാനലായിട്ടുള്ളൂ, ടൈം മാർക്കറ്റ് തുടങ്ങിയിട്ടുള്ളൂ. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു എൻട്രി വരികയാണെന്നുണ്ടെങ്കിൽ 25,000 സെലക്ട് ചെയ്യാം. നമുക്ക് 25,000 കോൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കാം. 25,000 കോൾ ഓപ്ഷൻ. ഓക്കെ, സോ അത് സെലക്ട് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് താഴേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കി എൻട്രി വരികയാണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ താഴേക്കാണ് അങ്ങോട്ട് പോട്ടെ. ഓവറോൾ ട്രെൻഡ് ഇന്ന് താഴേക്കാണെങ്കിൽ അങ്ങനെ തന്നെ പോട്ടെ, നമുക്ക് എൻട്രി ഒന്നും ഉണ്ടാവില്ല. അതെല്ലാം ഇവിടെ തിരിഞ്ഞ് മേലേക്ക് കയറാൻ തുടങ്ങി നമുക്ക് എൻട്രി കിട്ടുകയാണെങ്കിൽ മേലേക്ക് അപ്സൈഡിലേക്ക് ഒരു എൻട്രി എടുക്കാം. അടുത്ത ഓരോരോ ചെറിയ സ്വിംഗ് ലോസും ലിക്വിഡിറ്റീസും ഒക്കെ ടാപ്പ് ചെയ്ത് താഴേക്ക് തന്നെ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ലിക്വിഡിറ്റി കളക്ട് ചെയ്തതിന് ശേഷം നല്ലൊരു എൻട്രി വരുന്നുണ്ട്. എൻട്രി വരിക എന്ന് പറയുമ്പം 24. ഇപ്പോൾ മാർക്കറ്റ് കുറച്ചും കൂടെ നല്ലോണം താഴേക്ക് ഇറങ്ങി, അതുകൊണ്ട് നമുക്ക് സ്ട്രൈക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. 24,950 സെലക്ട് ചെയ്യാം. 24,950 കോൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനി ഇത്രയും മാർക്കറ്റ് താഴേക്ക് ഇറങ്ങിയതുകൊണ്ട് ഇനി ഈ ഒരു സ്ട്രൈക്കായിരിക്കും ATM ആയിട്ട് നിൽക്കുന്നത്. ATM അല്ലെങ്കിൽ സ്ലൈറ്റ് ATM ഒക്കെ പറയാം. ITM എന്ന് പറഞ്ഞാൽ ATM തന്നെ. സോ അതിൽ ഈ ഒരു സ്ട്രൈക്കിലേക്ക് ഇനി എൻട്രി എടുക്കാം. എൻട്രി ഏരിയ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. നല്ലൊരു എൻട്രി ഏരിയ ആണ്. പക്ഷേ ഇപ്പോഴൊരു പ്രശ്നം എന്താ വെച്ചാൽ തൊട്ടടുത്ത് 2 എൻട്രി ഏരിയാസ് വന്നിട്ടുണ്ട്, 2 സ്വിംഗ് ലോസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ 2 എൻട്രി ഏരിയാസ് ഉള്ളപ്പം ഞാൻ നോർമലി ചെയ്യുന്നത് എന്താ വെച്ചാൽ അത് രണ്ടും നമ്മളെ ഗ്യാപ്പ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഒന്നെങ്കിൽ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യും, അതല്ലാണ്ടെങ്കിൽ ആ 2 എൻട്രി ഏരിയ ഒന്നും എടുക്കും. അത് പല ഫാക്ടേഴ്സിനനുസരിച്ചിരിക്കും. ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ ടാർഗറ്റാണ്, ടാർഗറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഇന്നിപ്പോൾ ഇവിടെ നിന്ന് എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടാർഗറ്റിലേക്ക് ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് 2 എൻട്രിയും എടുക്കുക എന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഒരു എൻട്രി ഫസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് എൻട്രി എടുത്തതിന് ശേഷം അത് SL അടിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത എൻട്രി ഏരിയയിൽ ഒരു ട്രേഡും കൂടെ ഞാൻ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ഫസ്റ്റ് എൻട്രി ഏരിയ പറഞ്ഞാൽ ഇവിടെയാണ്, അതിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. എന്നിട്ട് അത് മേലേക്ക് പോകണമെങ്കിൽ മേലേക്ക് പോട്ടെ, അതല്ല താഴെ വന്ന് SL അടിക്കുകയാണെങ്കിൽ ഞാൻ ഒരു എൻട്രിയും കൂടെ കൺസിഡർ ചെയ്യും. അത് ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ ടാർഗറ്റ് അടിക്കും, അതല്ല അതും SL അടിക്കുകയാണെങ്കിൽ അവിടെ വെച്ച് നിർത്തും. ഇത് ഇന്നത്തെ ട്രേഡിൽ ഹ്യൂജ് ടാർഗറ്റാണുള്ളത്. സോ 2 ട്രേഡ് എനിക്ക് റിസ്ക് ചെയ്യാം, കുഴപ്പമില്ല. 6 പോയിൻ്റാണ് ഒരു ട്രേഡിൽ റിസ്ക് ചെയ്യാം. 6 ടോട്ടൽ 12 പോയിൻ്റ് ഈ ഒരു ട്രേഡിന് റിസ്ക് ചെയ്യണതിന് എനിക്ക് പ്രശ്നമില്ല. എൻ്റെ റിസ്ക് എൻ്റെ സെറ്റപ്പും വെച്ചിട്ട് കുഴപ്പമില്ല. അതുകൊണ്ടാണ് 2 ട്രേഡ് കൺസിഡർ ചെയ്യാം. എന്തായാലും നോക്കി നോക്കാം, ഫസ്റ്റ് ട്രേഡ് വരട്ടെ. ഇനിയിപ്പോൾ രണ്ടും ടാപ്പ് ചെയ്യാതെ ഇവിടുന്ന് തന്നെ മേലെ കയറി പോകുന്നു പറയാൻ പറ്റില്ല. എന്തായാലും ലെറ്റസ് വെയിറ്റ് ആൻഡ് വാച്ച്. ഇവിടെ ഫുള്ള് റെഡി ആയിട്ട് വെയിറ്റ് ചെയ്യാണ് ഫോണിൽ. 24,950 കോൾ ഓപ്ഷൻ. അവിടെ ടാപ്പ്. ഓക്കെ, അവിടെ ടാപ്പ് ആയിട്ട് നമുക്ക് എൻട്രി എടുക്കാം. എൻട്രി എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കി നോക്കാം. 135. ഓക്കെ, ഇവിടെ കാണാം ചെറിയൊരു ലോസ് റണ്ണിങ് ആണ്. 135.55 നമുക്ക് എൻട്രി കിട്ടിയത്. 135 പോയിൻറ്റ്സ് ആണ് ഞാൻ ടാർഗറ്റ് വെച്ചിരുന്നത്. പക്ഷേ 191 വന്നത്. നമുക്ക് മാറ്റി കൊടുക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് മാറ്റാം. SL 5-6 പോയിൻറ്റ് കറക്റ്റാണ്. സോ ടാർഗറ്റ് ഇതിലിപ്പോൾ എൻട്രി വന്ന ഏരിയ 135.5 ആയിരുന്നു തോന്നുന്നു. അത് ജസ്റ്റ് നമുക്ക് മാർക്ക് ചെയ്തേക്കാം. ഇതിലിപ്പോൾ നെക്സ്റ്റ് എൻട്രി ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. കുറച്ചും കൂടെ താഴേക്ക് വന്ന് SL അടിക്കുകയാണെങ്കിൽ ഇവിടെ ആയിരിക്കും നമ്മൾ അടുത്ത എൻട്രി പ്ലാൻ ചെയ്യുന്നത്. SL അടിക്കുകയാണെങ്കിൽ സ്പോട്ടിൽ, SL അടിക്കുകയാണെങ്കിൽ അല്ല, SL അടിച്ചിട്ട് ആ ഏരിയ അവിടേക്ക് വരുന്നുണ്ട്. SL അടിച്ചിട്ടുണ്ടാവുമോ എന്നുള്ളത് അറിയില്ല. എൻട്രി ഏരിയ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ആയിരിക്കും നമ്മളുടെ നെക്സ്റ്റ് എൻട്രി വരുന്നത്. ഓക്കെ, 24,956.15 എന്നുള്ള ലെവലാണ്. നമ്മളെ ഫസ്റ്റത്തെ എൻട്രി 135.55 ആണ്. ഇനി ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യിക്കാം. 135.55. ഓക്കെ, ഈ ഒരു റേഞ്ചിലാണ് നമുക്ക് എൻട്രി കിട്ടിയത്. അത് 6 കറക്റ്റ് 6 പോയിൻ്റ് SL വെച്ചാൽ 7-6-5. ഓക്കെ, ഇവിടെയാണ് SL. ഇതുവരെ അടിച്ചില്ല, അതിൻ്റെ തൊട്ടടുത്ത് വരെ വന്നിട്ടുണ്ട്. അല്ല ഏകദേശം അടുത്ത് വരെ വന്നിട്ടുണ്ട്, പക്ഷെ അടിച്ചില്ല.
ടാർഗറ്റ് ഇപ്പം നിലവിലുള്ളത് 191 അത് കൂട്ടിയിട്ട് 100 പോയിന്റിൽ വെക്കണം. 191 എന്ന് പറയുമ്പം ഏകദേശം ഇവിടെ ഒരു 50-60 പോയിന്റിലിട്ടാണ് ടാർഗറ്റ് വന്നത്. അപ്പോൾ മാറ്റാം, സൗകര്യം പോലെ മാറ്റാം. മുകളിൽ വരികയാണെങ്കിൽ മാറ്റാൻ മതിയല്ലോ. പിന്നെ നമ്മൾ രണ്ടാമത്തെ എൻട്രി ഏരിയൻ്റെ സാധനം ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം മാർക്കറ്റ് അവിടെ നിന്ന് വീണ്ടും തിരിഞ്ഞ് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. ഇത് മേലേക്ക് കയറുകയാണെങ്കിൽ മേലേക്ക് കയറി ടാർഗറ്റ് അടിക്കട്ടെ. ഇനി അതല്ല താഴേക്ക് പോയിട്ട് SL അടിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ എൻട്രി ഏരിയ നമുക്കൊന്നും കൂടെ മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു എൻട്രി കൺസിഡർ ചെയ്യാം. അതിലേതെങ്കിലും ഒന്ന് സംഭവിക്കട്ടെ എന്തായാലും. ഇനിയിപ്പോൾ എന്തായാലും ഒന്നും ചെയ്യില്ല, കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കി നോക്കാം. ഇതിൽ മാർക്കറ്റ് എന്താണ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. നല്ലൊരു ഹ്യൂജ് ഫാളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ചെയ്യാനുള്ള മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ നല്ല ഹ്യൂജ് ടാർഗറ്റ് ആയിരിക്കും കിട്ടുക, 100 പോയിൻറ്റ്സ് ഒക്കെ ആയിരിക്കും കിട്ടുക. അതല്ല ഈ ട്രെൻഡിനനുസരിച്ച് താഴേക്ക് തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ SL മേടിക്കും. ഏതായാലും നമുക്ക് വിഷയമല്ല, നമ്മൾ പ്രോപ്പർ പ്ലാൻ അനുസരിച്ചുള്ള ട്രേഡ് തന്നെയാണ്. ലെറ്റസ് വെയിറ്റ് ആൻഡ് വാച്ച്. ഇനി ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. ആ ട്രേഡ് SL അടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ട്രേഡ് SL അടിച്ചു. നല്ല ഹ്യൂജ് ടാർഗറ്റൊക്കെ വെച്ച ട്രേഡാണ് ഇനി. പക്ഷേ നിർഭാഗ്യവശാൽ അത് SL അടിച്ചു. 1350 അതിൽ SL അടിച്ചത്. കറക്റ്റ് 6 പോയിൻ്റാണ് SL അടിച്ചത്. അവിടെ നിന്ന് വീണ്ടും താഴേക്ക് വരുന്നുണ്ട്. നമ്മളെ അടുത്ത എൻട്രി ഏരിയ എത്തുകയാണെങ്കിൽ അവിടെ നിന്ന് ഒരു എൻട്രി കൊടുക്കുക. ഇതൊക്കെ ചിലപ്പോൾ SL അടിക്കേക്കും. ഡൗൺ ട്രെൻഡിൽ പോകുന്ന ഒരു മാർക്കറ്റാണ്. നല്ല രീതിയിൽ ഫാളൊക്കെ വരുന്നുണ്ട്. പക്ഷേ SL അടിക്കും എന്നുള്ളത് എൻ്റെ ഒരു തോന്നൽ മാത്രമാണ്. ആ തോന്നലിൻ്റെ പേരിലല്ല ഞാൻ ട്രേഡ് എടുക്കുന്നത്. ഞാൻ എൻ്റെ സ്ട്രാറ്റജി പ്രകാരമാണ് ട്രേഡ് എടുക്കുന്നത്. സോ സ്ട്രാറ്റജി പ്രകാരം വന്നു കഴിഞ്ഞാൽ അതിൽ വേറൊരു അപ്പീലും ഇല്ല. എനിക്ക് തോന്നൽ അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും അതിനൊരു പ്രസക്തി ഇല്ല ഇവിടെ. സോ കുറച്ചും കൂടെ താഴേക്ക് വരികയാണെങ്കിൽ അടുത്തൊരു എൻട്രി കൂടെ കൺസിഡർ ചെയ്യാം. കറക്റ്റ് എൻട്രി ഏരിയ പറയുകയാണെങ്കിൽ ഈ ക്യാൻഡിലിൻ്റെ അടിയിലായിരിക്കും വരിക. ഈ ഒരു വിക്കുള്ള ക്യാൻഡിലാണ്. 24,956.15 ആണ്. അവിടെ ടാപ്പ് ചെയ്തില്ല, ടാപ്പ് ചെയ്യാൻ വരുന്നുള്ളൂ. ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത എൻട്രി കൺസിഡർ ചെയ്യാം. ഞാൻ മാർക്കറ്റ് കണ്ടിട്ടുള്ള തോന്നലൊന്നും പ്രസക്തി ഇല്ല പറഞ്ഞല്ലോ. കുറച്ചും കൂടെ താഴേക്ക് വരട്ടെ. അതിൻ്റെ എൻട്രി വരികയാണെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, അങ്ങനെ അവിടെ ടാപ്പ് ചെയ്ത് അടുത്ത എൻട്രിയും എടുത്തിട്ടുണ്ട്. സെക്കൻഡ് എൻട്രി സെയിം സ്ട്രൈക്ക് സെയിം ഇതൊക്കെ തന്നെയാണ്. 6 പോയിൻ്റ് SL, 100 പോയിൻ്റ് ടാർഗറ്റ് ഫുൾ വെച്ചിട്ടുണ്ട്. 129.5 എൻട്രി. 129.5 എന്ന് പറയുമ്പം 129.5. ഓക്കെ, ഇവിടെയാണ് എൻട്രി വന്നത്. 6 പോയിൻ്റ് SL. അത് കറക്റ്റായിരിക്കും വന്ന് വിചാരിക്കുന്നു. നോക്കി നോക്കാം നമുക്ക് SL ടാർഗറ്റൊക്കെ. SL ടാർഗറ്റ് 181 നമുക്ക് മാറ്റി കൊടുക്കണം. മോഡിഫൈ 229.5 മാറ്റി കൊടുക്കാം. കറക്റ്റ് 100 പോയിൻറ്റ്സ്. മോഡിഫൈ. ഇനി SL കറക്റ്റ് അല്ലേ വന്നുള്ള ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോളാം. 129 വരുമ്പോൾ 123.5. ഓക്കെ, കറക്റ്റ് 6 പോയിൻറ്റിലാണ് SL വന്നത്. അപ്പോൾ അതിൽ ചേഞ്ചസ് ഒന്നും വരുത്താനില്ല. ഓക്കെ, സോ ചെറുതായിട്ട് കയറി വരുന്നുണ്ട്. കയറുകയാണെങ്കിൽ കയറട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. അത് നിഫ്റ്റിയിലുള്ള ടാർഗറ്റ് വെച്ചത് ഡേ ഹൈ ആണ്. ഒന്നുകിൽ ഡേ ഹൈ നമ്മളെ 1:1 ആയിട്ടുണ്ട്. നമ്മളെ ഫസ്റ്റ് ലോസ് കവർ ചെയ്ത് പ്രോഫിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ചെറിയൊരു മൂവ്മെൻറ്റ് കിട്ടിയപ്പോൾ തന്നെ 1:1 ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ 1:1 കൂടുതൽ വന്നിട്ടുണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഇനി താഴെ പോയി SL അടിക്കുമോ, ഡൗൺ ട്രെൻഡ് തന്നെ ആയിരിക്കുമോ, കണ്ടിന്യൂ ചെയ്യുമോ, അതല്ലെങ്കിൽ ഇവിടുന്ന് ലിക്വിഡിറ്റി ഒക്കെ കളക്ട് ചെയ്തുകൊണ്ട് ഇവിടുന്ന് റിവേഴ്സൽ വന്ന് മേലേക്ക് വരുമോ. മേലേക്ക് വരികയാണെങ്കിൽ തന്നെ ഡേ ഹൈ വരെ പോവോ ഒന്നും അറിയില്ല. ഇനിയിപ്പം മേലേക്ക് വരികയാണെങ്കിൽ ചിലപ്പം കുറച്ച് മേലേക്ക് വന്ന് നടുക്കന്നെ നിന്ന് കളിക്കാം. അങ്ങനെയാണെങ്കിൽ എൻ്റെ ടാർഗറ്റ് അടിക്കില്ല, നടുക്കന്നെ നിന്ന് കളിക്കും. അതല്ല താഴേക്ക് തന്നെ പോവുകയാണെങ്കിൽ SL അടിക്കും. അതല്ല നേരെ മേലെ ഇപ്പോൾ ഒന്നെങ്കിൽ 100 പോയിൻറ്റിൽ പ്രീമിയത്തിൽ അല്ലെങ്കിൽ നിഫ്റ്റിയിൽ ഡേ ഹൈ അധികം ഒന്ന് അടിക്കുകയാണെങ്കിൽ ടാർഗറ്റ് അടിക്കും. സോ എന്തായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം. സെക്കൻഡ് എൻട്രിയും സക്സസ്ഫുള്ളി ഇവിടെ SL അടിച്ചിട്ടുണ്ട്. കുറച്ച് ടൈമൊക്കെ കളിപ്പിച്ചിട്ടൊക്കെയാണ് SL അടിച്ചത്. SLൻ്റെ തൊട്ടടുത്ത് വരെ വന്ന് തിരിഞ്ഞു പോയി വീണ്ടും വന്നിട്ടൊക്കെയാണ് SL അടിച്ചത്.
എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2778 ടോട്ടൽ ലോസ് വന്നത്. ഒരു ട്രേഡിൽ 1350, ബാലൻസ് സെക്കൻഡ് ട്രേഡിൽ. എൻട്രീൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, എല്ലാം കാണാം. ഓക്കെ, സോ 2 ട്രേഡിലും ഹ്യൂജ് ടാർഗറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഹൈ ഇതായിട്ടുള്ള ട്രേഡാണ്. ഇനി 100 points ഒക്കെ ടാർഗറ്റ് വെക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ട്രേഡും കാര്യങ്ങളൊക്കെ ആണ്. ഇനി പ്രോപ്പർ ലിക്വിഡിറ്റി, ഹൈ ടൈം ഫ്രെയിമിലുള്ള ഒരുപാട് ലിക്വിഡിറ്റി കളക്റ്റും ചെയ്തിട്ടുണ്ട്. പക്ഷേ ട്രെൻഡ് താഴേക്ക് ആയതുകൊണ്ട് നമ്മളെ ട്രേഡ് മേലേക്ക് നമ്മൾ പ്രതീക്ഷിച്ച പോലെ മേലേക്ക് കയറി വന്നില്ല. എന്തായാലും പ്രശ്നമില്ല. ഇനിയിപ്പോൾ SL അടിച്ചതിനെ പറ്റി ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇനി നെക്സ്റ്റ് ട്രേഡിനെ പറ്റി നമുക്ക് നോക്കാം. 2 ട്രേഡ് കഴിഞ്ഞ് 2 SL ആണ്. ഇനി മൂന്നാമത്തെ ട്രേഡിൻ്റെ ലെവൽ ഇതാ 24,919 ആണ്. അവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അടുത്തൊരു എൻട്രി നോക്കാം. 24,919.4 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്പ് സൈഡിലേക്ക് അടുത്തൊരു ട്രേഡ് നോക്കാം. അത് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇന്ന് പിന്നീട് വേറെ എൻട്രീസും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി നമ്മൾ രാവിലെ എടുത്ത ആ ഒരു 2 ട്രേഡ് മാത്രമേ ഉള്ളൂ. അത് 2 SL ആണ്. ഇനി ഓർഡേഴ്സിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാം 9:50 എൻട്രി, 55 എക്സിറ്റ്. പിന്നെ അടുത്ത എൻട്രി 9:57, 10:16 അതും എക്സിറ്റ് ആയി. സോ ടോട്ടൽ 2 ട്രേഡാണ്. അതിൻ്റെ 2 ഡീറ്റെയിൽസ് കംപ്ലീറ്റ് പറഞ്ഞാണ്. ഇന്ന് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഡൗൺ ട്രെൻഡ് തന്നെയാണ്. ഇനി അത്യാവശ്യം ലിക്വിഡിറ്റി ഏരിയാസൊക്കെ ഒരുപാട് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, ഇന്ന് വെള്ളിയാഴ്ച, നാളെ ശനി, ഞായർ, ഇനി മറ്റന്നാൾ അല്ല തിങ്കളാഴ്ച നോക്കാം. സോ ഈ കഴിഞ്ഞ വീക്ക് അത്ര നല്ലൊരു വീക്ക്. കഴിഞ്ഞ വീക്ക് എനിക്ക് തോന്നുന്നു ഓവറോൾ ചെറിയ ലോസ് തന്നെയാണ്. എത്ര ലോസുള്ള ജസ്റ്റ് നമുക്ക് നോക്കി നോക്കാം. കഴിഞ്ഞ വീക്ക് ടാർഗറ്റ് ഒന്നും വന്നില്ല എന്നാണ് എൻ്റെ ഓർമ്മ. കസ്റ്റം ഡേറ്റ് റേഞ്ച് ജൂലൈ, ഓഗസ്റ്റ് 17 തൊട്ടിട്ട് 17 സൺഡേ ആണ്, മൺഡേ തൊട്ട് എടുത്താൽ മതി. കിടക്കട്ടെ. ഓക്കെ, കഴിഞ്ഞ മാസം 5,400 രൂപ ലോസാണ്. അത് ഇതുവരെ ഉള്ളതാണ്. ഇനി ഇന്നത്തെയും കൂടെ കൂട്ടിയാൽ 5, 6, 7, 7,000, 7,700, 8,000, ഓൾമോസ്റ്റ് ഒരു 8,000 റുപ്പീസ് ലോസ് ആയിരിക്കും കഴിഞ്ഞ വീക്ക് ടോട്ടൽ നോക്കുകയാണെങ്കിൽ. 2 ദിവസം ട്രേഡ് ഇല്ലേനി, 2 ദിവസം ട്രേഡ് ഉണ്ടേനി. ഇന്നത്തെയും കൂടെ കൂട്ടിയാൽ 3 ദിവസം ട്രേഡ് ഉണ്ട്. അതിൽ എല്ലാം 2,700, 2,700, 2,700. അതായത് 2 SL ആണ്. ഈ ദിവസം 2 SL, ഇത് 2 SL, ഇത് 2 SL, 2 ദിവസം ട്രേഡ് ഇല്ലേ. പക്ഷേ അത് കുഴപ്പമില്ല. 7 സംതിങ് ആണെങ്കിലും ഒരൊറ്റ ടാർഗറ്റ് അടിച്ചാൽ ഈ 5,400 കൂടുതൽ കവറായി കിട്ടും. 6,750 ആയിരിക്കും ഒരു ടാർഗറ്റ് പറഞ്ഞത്. അപ്പോൾ ഒരു ടാർഗറ്റ് അടിച്ചാൽ അത് കവറായി കിട്ടും. ഇപ്പോൾ ടോട്ടൽ 1, 2, 3, 4, 5, 6, 6 SL ആണ് വന്നത്. ഒരു ടാർഗറ്റ് അടിച്ചാൽ തന്നെ 5 SL കവറായി. പിന്നെ ഒരു SL ഉണ്ടാവുള്ളൂ. ഒരു ടാർഗറ്റ് കൂടെ അടിച്ചാൽ ഒരു 4 ട്രെയിനിൻ്റെ SL പ്രോഫിറ്റിലായിരിക്കും ഉണ്ടാവുക. സോ അത്രയാണ് ഇന്നത്തെ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ഇന്നിപ്പോൾ വീക്കെൻഡാണ്. ഇനി നാളെ മറ്റന്നാളും ലീവാണ്. മറ്റേ ലൈവ് ട്രെയിനിൻ്റെ വീഡിയോസ് ആയിട്ട് നമുക്ക് തിങ്കളാഴ്ച കാണാം. പിന്നെ നാളെ മറ്റേ ടർട്ടിൽ ട്രേഡേഴ്സിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ, റിച്ചാർഡ് ഡെന്നിസിൻ്റെ. അതിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യാണ്ട് അത് നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ മറ്റന്നാൾ വേറൊരു വീഡിയോ കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അതെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഓക്കെ, ബൈ.